ഉത്തർപ്രദേശിൽ കുളിക്കാത്ത ഭർത്താവിൽ നിന്നും വിവാഹമോചനം തേടി ഭാര്യ. ആഗ്രയിലാണ് സംഭവം നടന്നത്. എപ്പോഴും ന്യൂനപക്ഷ ആക്രമണങ്ങളോ കുറ്റകൃത്യങ്ങളോ മാത്രം നടക്കുന്ന സ്ഥലമല്ല ഉത്തർപ്രദേശ്. വിചിത്രമായ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. വിവാഹമോചനം സംബന്ധിച്ച് യുവതി കൗൺസിലിംഗ് തേടിയതോടെയാണ് ഈ വിവരം പുറത്തു വന്നത്. 40 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. മാസത്തിൽ 2 തവണയാണ് ഭർത്താവ് കുളിക്കുന്നതെന്നാണ് യുവതി പറയുന്നത്. കുളിക്കാത്തതിനാൽ ശരീരത്തിൽ നിന്നും വലിയ ദുർഗന്ധമാണ് വരുന്നത്. ഇത് അസഹ്യമായിരിക്കുന്നു. വ്യക്തി ശുചിത്വം അല്പം പോലുമില്ലാത്ത ആൾക്കൊപ്പം കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ വിവാഹമോചനം വേണമെന്നാണ് യുവതി പറഞ്ഞത്. മാസത്തിൽ 2 തവണ ഭർത്താവ് കുളിക്കും, 1 തവണ ശരീരത്തിൽ ഗംഗാജലം തളിക്കും. ഇതല്ലാതെ മറ്റൊരു തരത്തിലും ശരീരം വൃത്തിയാക്കാറില്ലെന്നും യുവതി പറയുന്നു. ഭർത്താവിൻ്റെ വിചാരം ഗംഗാജലം എല്ലാം ശുദ്ധമാക്കുമെന്നാണ്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ നദീജലങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പവിത്രമെന്ന് പറയുന്ന ഗംഗാജലം. യുവതിയുടെ പരാതിക്ക് ശേഷം കൗൺസിലിംഗ് സെൻ്ററിലെ ജീവനക്കാർ ഭർത്താവിനെ കണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ യുവതി താനുമായി അനാവശ്യമായി വഴക്കിന് വന്നെന്നാണ് ഇയാൾ പറയുന്നത്. ശല്യം സഹിക്കാൻ പറ്റാതെയായപ്പോൾ 6 ദിവസം കുളിച്ചിരുന്നു. നിത്യവും കുളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞു. അതോടെ യുവതി സ്വന്തം വീട്ടിലേക്ക് പോയി എന്നും ഇയാൾ പറഞ്ഞു. എന്നാൽ ലോകത്ത് 67 വർഷങ്ങൾ കുളിക്കാതെ ഇരുന്ന മറ്റൊരാളുണ്ട്. ഇറാനിലെ അമോ ഹാജി. ഇറാനിലെ കെർമാൻഷാ പ്രവിശ്യയിലെ ഒരു ഗ്രാമമായ ഡഗയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ചാരത്തിൽ വീണതുപോലെയുള്ള ശരീരവുമായി പതിറ്റാണ്ടുകളായി ഇദ്ദേഹം ഈ കോലത്തിൽ കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തെ കാണുന്നവർ ചിലപ്പോൾ പ്രതിമയാണ് എന്നിവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എല്ലായ്പ്പോഴും ചാരത്തിലും അഴുക്കിലും മൂടിപ്പൊതിഞ്ഞിരിക്കും. കുളിക്കാത്തതിൻ്റെ കാരണം ഇയാൾ വെള്ളത്തെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഇദ്ദേഹം കുളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, കുളിച്ചാൽ അസുഖം വരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിലും അസാധാരണമായ കാര്യം, ചത്ത മൃഗങ്ങളുടെ ചീഞ്ഞ മാംസം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. പുകവലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം. എന്നാൽ പുകയിലക്ക് പകരം ഒരു തുരുമ്പിച്ച പൈപ്പിൽ നിന്ന് മൃഗങ്ങളുടെ മലവും ഉച്ഛിഷ്ടവും നിറച്ചാണ് ഇദ്ദേഹം വലിക്കുന്നത്. മുടി വളരുമ്പോൾ തീയിട്ട് അത് കരിച്ചു കളയുകയാണ് പതിവ്. ദിവസവും 5 ലിറ്റർ വെള്ളം ഇദ്ദേഹം കുടിക്കുകയും ചെയ്തിരുന്നു. കുളിക്കാതിരുന്നതിലൂടെ ലോകശ്രദ്ധ ആകർഷിച്ച അമോ ഹാജി ഒടുവിൽ 94 വയസ്സിലാണ് മരണപ്പെട്ടത്. അരനൂറ്റാണ്ടിലേറെ കുളിക്കാതിരുന്നു എന്ന് പറയുമ്പോഴും മരിക്കുന്നതിന് 1 മാസത്തിന് മുമ്പ് നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ ബലമായി കുളിപ്പിച്ചിരുന്നു എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാർ ഇങ്ങനെ കുളിപ്പിച്ചതിന് പിന്നാലെയാണ് ഇദ്ദേഹം മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചിലർ രംഗത്ത് വരികയും ചെയ്തിരുന്നു.